Okay, all of you mark your attendance. അപ്പോൾ നമ്മുടെ എക്സാമിന് മീനിങ് ഉണ്ടാവും, ഓപ്പോസിറ്റ് വേർഡ് ഉണ്ട്, പര്യായ പദങ്ങൾ ഉണ്ട്. നെക്സ്റ്റ് യെസ്, ഷീമോന്റെ വിരുന്ന് വരുമോ? ഇല്ല, നമ്മളെ കമ്പ്യൂട്ടർ പ്രപഞ്ചം എന്ന പാഠം വരെയുള്ളത് എക്സാമിനുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞതല്ലേ 1 to 6, 1 മുതൽ 6 വരെയുള്ള പാഠേ ഉള്ളൂ. 7ാമത്തെ ലെസൺ അല്ലേ അത്? അല്ല, 1 മുതൽ 5 വരെയുള്ള പാഠം. ഓക്കെ, അതേ ഉള്ളൂ. അപ്പൊ മീനിങ്, ഓപ്പോസിറ്റ് വേർഡ്, പര്യായ പദങ്ങളുണ്ട്. പര്യായ പദങ്ങൾക്കെല്ലാം 2 മാർക്കാണ് ഉള്ളത് ഒന്നിന്. അപ്പൊ അതുപോലെ പഠിക്കുക. പിന്നെ പിരിച്ചെഴുതുകയുണ്ട്, ചേർത്ത് എഴുതുകയുണ്ട്. കേൾക്കുന്നില്ലേ മക്കളെ? ഇടയ്ക്ക് എന്തോ ഒരു കീ എന്ന് പറഞ്ഞു. പിന്നെ ഒറ്റപ്പതാക്കാനുണ്ട്. മിസ്, പറഞ്ഞോ. 5ാം പാഠം വരെ ഉള്ളൂ? ഓ, 5ാം പാഠം വരെ ഉള്ളൂ? മനസ്സിലായില്ല മിസ്, എക്സാമിന് 5 പാഠം ഉള്ളൂ? 5 പാടേ ഉള്ളൂ. ഷീമോന്റെ വിരുന്ന് എന്ന പാഠം ഇല്ല, നമ്മള് പഠിപ്പിച്ചു കഴിഞ്ഞില്ലല്ലോ അത്. ഇല്ല. ഓക്കെ, 5 പാടേ ഉള്ളൂ. 5 പാഠത്തിലെ കൃത്യമായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് ഒരുപാടൊന്നും ഇല്ല പഠിക്കാൻ. അപ്പൊ 5 പാഠം മുഴുവനുമായിട്ട് പഠിക്കണം. ഫസ്റ്റ് മുതൽ തന്നെ പഠിക്കണം. പിന്നെ എന്താണ്, ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് മുതൽ നമുക്കൊന്ന് ജസ്റ്റ് ഓടിച്ചു പോവാം. ഓക്കെ, എല്ലാവരും എടുത്തോ, ടെക്സ്റ്റ് എടുത്തോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാം. നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്, അല്ലേ? അപ്പൊ 1ാമത്തെ പാഠത്തില് നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമുക്ക് നോക്കാം റിവിഷൻ. അതില് താഴെ കൊടുത്തിട്ടുള്ള അർത്ഥത്തിൽ പാഠഭാഗത്ത് പ്രയോഗിച്ചിട്ടുള്ള പദങ്ങൾ കണ്ടെത്തുക എന്നാണ് ഉള്ളത്, അല്ലെ? അതില് പാൽക്കടൽ മാനിനി, മഹാലക്ഷ്മി എന്ന പദം വരുന്നത് പാൽക്കടൽ മാനിനി. നെക്സ്റ്റ് കറുത്ത നിറം, കാർവർണം, അല്ലെ? അരയന്നം, ഹംസം, കളി, ലീല. ഫസ്റ്റ് 1ാമത്തെ ലെസന്റെ കാര്യം ഞാൻ പറയുന്നേ. നെക്സ്റ്റ് വെല്ലുക, എന്താ അർത്ഥം? ജയിക്കുക. ജയിക്കുക. ഓക്കെ. വാദം, കാറ്റ്, അല്ലെ? ഗോപബാലൻ, ഗോക്കളെ പരിപാലിക്കുന്നവൻ. ഇനി സെക്കൻഡ് എന്താന്ന് ചോദിച്ചാൽ താമര, സമുദ്രം എന്നിവയ്ക്ക് 3 പര്യായ വീതം എഴുതുക. അപ്പൊ പര്യായം പറഞ്ഞോ, എന്തൊക്കെയാണ്? നോട്ട്ബുക്കിലില്ലേ? നോട്ട്ബുക്കില്ലേ കയ്യില്? നോട്ട്ബുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ നിങ്ങള്? ഓക്കെ, അതില് ഫസ്റ്റ് താമര. താമരയുടെ പര്യായ പദങ്ങൾ പറഞ്ഞേ. ആരാ പറയുന്നേ? ശ്രേയ പറഞ്ഞേ. ശ്രേയ, എന്താണ് ശ്രേയ? നോട്ടില്ലേ ശ്രേയ? നോട്ട് എടുക്കാതെ പറയാൻ പറ്റില്ലേ താമര? നിങ്ങൾ പറഞ്ഞ എക്സാമിന് വേണ്ടി നമ്മളൊക്കെ റെഡിയാണെന്ന്. എന്താണ് താമരയുടെ പര്യായ പദങ്ങൾ? ഓക്കെ, ശ്രീദേവ്. അംബുജം. ശ്രീദേവ്. അംബുജം. എന്താ നമ്മൾ പഠിച്ചത്? താമരയ്ക്ക് എങ്ങനെ പര്യായം എഴുതുന്നതാണ്? വെള്ളത്തിന്റെ പര്യായത്തോട് ജ എന്ന് ചേർത്താൽ താമര എന്നും, ദ എന്തം എന്ന് ചേർത്താൽ എന്താണ്? ജലജം, അംബുജം. ജലജം, അംബുജം, വാരിജം, ഇതൊക്കെ എന്താണ്? താമരയാണ്. അതായത് വെള്ളത്തില് ഉണ്ടാവുന്നത് താമര. ഓക്കെ, അപ്പൊ ജലജം, ശ്രേയ, ജലജം, അംബുജം, വാരിജം, ഇതൊക്കെ എന്താണ്? താമരയുടെ പര്യായ പദങ്ങളാണ്. സമുദ്രം. നെക്സ്റ്റ് സമുദ്രം. സമുദ്രം എന്താണ് ഷോണേ? സമുദ്രത്തിൻ്റെത് പറഞ്ഞേ. ജലധി. ജലധി, മനസ്സിലായോ? അപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പോ ഒരുപാട് തവണ പറഞ്ഞാണ് നിങ്ങളോട്. എന്ത്? ജ വന്ന, ജം വന്ന എന്തായി? താമരയുടെ പര്യായ പദങ്ങളായി. അതായത് അമ്പൂനോട് വെള്ളം എന്നാണ് അർത്ഥം. അതിനോട് ജം വന്ന താമരയുടെ പര്യായായി. ദം ആണ് വരുന്നെങ്കിൽ ഏത് ദായാണെന്ന് നോക്കണേ. ദം,
ധി. അത് അടുത്ത വേറെ ധായാണ്. അതായത് മൂന്നാമത്തെ ധായാണ് ദം. അത് വന്നാൽ എന്താണ്? മേഘം. മേഘം എന്നതിന്റെ പര്യായപദം. ഇനി ധി, ഞാൻ മറിച്ചിടുന്ന ധ ഇല്ലേ, ധ, നാലാമത്തെ ധായ ഇട്ടിട്ട് വള്ളിയിടുന്നത്. ധി വന്നാല് എന്തിന്റെ? സമുദ്രത്തിന്റെ പര്യായപദങ്ങളും ആയി എന്ന് പറഞ്ഞു. അപ്പൊ സമുദ്രത്തിന്റെ ഏതൊക്കെയാണ്? ജലദം, അല്ല, സമുദ്രത്തിൻ്റെത് ജലധി, അംബുധി, വാരിധി, ഇതൊക്കെയാണ്. മനസ്സിലായോ? ഒന്നും അറിയാനില്ല അത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ദം വന്നാൽ ഏത്? മേഘത്തിന്റെ പര്യായപദങ്ങൾ ഏതൊക്കെയാ ഫെയ്ത്ത്? മേഘം, എന്തൊക്കെയാ ഫെയ്ത്ത്? ജലദം, അംബുദം, വാരിദം. ജലദം, അംബുദം, വാരിദം, ഇതൊക്കെ എന്താണ്? ഏതിന്റെ പര്യായപദങ്ങളാ? മേഘത്തിന്റെ പര്യായപദങ്ങളാ. മനസ്സിലായോ? എഴുതി വെച്ചിട്ടുണ്ടോ നോട്ടില്? അപ്പൊ അതാണ് പറഞ്ഞത്, താമര, സമുദ്രം എന്നിവയ്ക്ക് 3 പര്യായപദം എഴുതുക. അതിൽ വെള്ളത്തിന്റെ പര്യായത്തോട് ജ എന്ന് ചേർത്താൽ താമര എന്നും, ദം എന്ന് ചേർത്താൽ മേഘം എന്നും, ധി എന്ന് ചേർത്താൽ നിധി അല്ലെങ്കിൽ നിധി എന്നോ ചേർത്താൽ സമുദ്രം എന്നും അർത്ഥം കിട്ടും എന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ മാതൃകയാക്കി പൂരിപ്പിക്കുക. മേഘത്തിന്റെ പര്യായപദങ്ങളാണ് അതില്. അതും മേഘത്തിന്റെ പര്യായം തന്നെയാണ്. എന്ത്? കാറ്, അമ്പുദം, കൊണ്ടൽ, വാരിദം, ജലദം, ഏത് എഴുതിയാലും മതി. നെക്സ്റ്റ് ശോഷിച്ചു, തോഷിച്ചു, പോഷിച്ചു, പരിപോഷിച്ചു എഴുതി. പാരിടമെങ്ങുമേ മുങ്ങിക്കൂടി മൂർച്ഛിച്ചു നിന്നൊരു മാമഴ തൂകിയിട്ട് കുന്നിടമെങ്ങുമേ മുങ്ങിക്കൂടി നമ്മൾ എഴുതി. അവിടെ ഒന്നുമില്ല, നമ്മൾ അന്നേരം തന്നെ ചേർത്താണ്. നെക്സ്റ്റ് ഫോർത്ത് ആക്ടിവിറ്റീസ് എന്താ പറഞ്ഞത്? താഴെ കൊടുത്തിട്ടുള്ള ഈരടിയിൽ മഴയ്ക്ക് ഒരു വിശേഷണം ചേർത്ത് പൂരിപ്പിക്കുക പറഞ്ഞു. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതുരെ പൂമഴയായി പിന്നെ. ഈ വരികൾ നമ്മൾ പറഞ്ഞു ഏതാണ്? ചങ്ങമ്പുഴയുടെ വരികളാണെന്ന് പറഞ്ഞു. ഗ്രാമരംഗത്തിന് നിങ്ങൾ കഴിഞ്ഞ 6th സ്റ്റാൻഡേർഡ്, കഴിഞ്ഞല്ല 6th സ്റ്റാൻഡേർഡിൽ പഠിക്കാനുണ്ട്. ഒരു ഗ്രാമരംഗം എന്ന് പറഞ്ഞിട്ട് ഒരു പോയം 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പഠിക്കാനുണ്ട്, ചങ്ങമ്പുഴയുടെ. അതിലത്തെ വരികളാണത്. എന്ത്? ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതുരെ പൂമഴ ആയി പിന്നെ. 6ലല്ലേ? 5ലാണാവോ? 5ലും 6ലും ആണ്. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നാൽ എന്താണ് സംഭവിക്കുക? ഒരു ചോദ്യമാണ്. എന്ത്? പൂമഴ. ഓക്കെ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ. മാർത്താണ്ഡ ബിംബത്തെ കവി എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തുന്നത്? എന്തിനോടാണ്? അറിവിനോടാണ് സാദൃശ്യപ്പെടുന്നത്. ഇനി 6ാമത്തെ എന്താ? മഹാലക്ഷ്മിയുടെ കണ്ണിന് ഇമ്പം നൽകുന്ന ശ്രീകൃഷ്ണൻ ഭൂമിക്ക് അലങ്കാരമായി തിളങ്ങുമ്പോൾ മഴക്കാലം വന്നുയർന്നു എന്ന അർത്ഥത്തെ പ്രയോഗിച്ചിട്ടുള്ള വരികൾ എടുത്തെഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് കണ്ണിന് ഇമ്പം നൽകുന്നത് എന്ന് പറഞ്ഞത്? ഫസ്റ്റിലെ പാൽക്കടൽ മാനിനി തന്നെ കണ്ണിന് പാൽക്കുഴമ്പായുള്ളോരായ പൈതൽ. ഓക്കെ. ഇനി മഴയെ കുറിച്ച് അതൊന്നും പിന്നെ വലിയ ഇമ്പോർട്ടന്റ് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആണ് അതിൽ വരുന്നത്. താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അറിയാലോ ക്വസ്റ്റ്യൻ ആൻസർ? പഠിച്ചല്ലേ? ഇപ്പൊ ചോദിച്ചാൽ കിട്ടുമോ ആർക്കെങ്കിലും? എന്നാ ഞാൻ ചോദിച്ചോട്ടെ, മഴയോട് മനുഷ്യർ വിരോധം കാണിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? എപ്പോഴാണ് ഇജാസേ? മഴയോട് മനുഷ്യർ വിരോധം കാണിക്കാൻ തുടങ്ങിയത് അൺമ്യൂട്ട് ചെയ്തേ. അറിയില്ലേ? അതൊരു യുക്തിപരമായി ചിന്തിച്ചാൽ തന്നെ കിട്ടൂലേ ആൻസർ? പാഠത്തിനെ ബേസ് ചെയ്യിച്ചൊന്നും പറയണ്ട. അത് പഴയ കാലങ്ങളിൽ മഴയോട് ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ടാ? കർഷകർക്കും നമുക്കും ഒക്കെ ജീവിക്കാൻ വെള്ളം വേണം. അതുകൊണ്ട് തന്നെ മഴയോട് ആരാധനയോടെ ആയിരുന്നു പഴയ കാലങ്ങളിൽ പുരാണങ്ങളിലൊക്കെ കാണിക്കുന്നത്. എന്തുകൊണ്ടാ? നമുക്ക് വെള്ളം വേണം എന്തിനും ഏതിനും, അല്ലെ? പക്ഷേ മഴയോട് മനുഷ്യർ വിരോധം കാണിക്കാൻ തുടങ്ങുന്നത് എന്തുകൊണ്ടാ? മഴ കാരണം ദുരന്തങ്ങൾ സംഭവിക്കാൻ കാലത്ത് എന്താ സംഭവിക്കുന്നത്? മഴ കാരണം ദുരന്തങ്ങളാ സംഭവിക്കുന്നത്, അല്ലെ? മഴ കാരണം ദുരന്തങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയപ്പോഴാണ്
നമ്മൾ എന്ത് ചെയ്തത്? മഴയോട് വിരോധം കാണിക്കാൻ തുടങ്ങിയത്. അതാണ് അതിന്റെ ആൻസർ. ഭൂകമ്പവും ഭൂമികുലുക്കും വെള്ളപ്പൊക്കവും പ്രളയവും ഒന്നും പറയണ്ട അല്ലേ? അതുകൊണ്ടാണ് പഴയ കാലങ്ങളിൽ നമ്മളൊരു ഏതോ വൈശാലി എന്ന സിനിമയിൽ എങ്ങനെയാ മഴ പെയ്യാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടും. എന്തിനാ? വെള്ളാണ് വേണ്ടത് നമുക്ക് അല്ലേ? പക്ഷെ പ്രളയം വന്നു കഴിഞ്ഞാൽ ആ വെള്ളത്തിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി? ഇപ്പൊ ഒരു പ്രളയം വന്നു, ഫുള്ള് സർവത്ര വെള്ളാണ്. വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിക്കാനില്ല ഇത്രയെന്നുള്ളത് പോലെയാണ്. എന്തുകൊണ്ടാ? ചുറ്റും വെള്ളമായിരിക്കും, പക്ഷെ അവർക്ക് ആ വെള്ളം കുടിക്കാൻ പറ്റുമോ? അവർക്ക് വെള്ളം എല്ലാം മുഴുവനും മോശം വെള്ളമായിരിക്കില്ലേ അത്? പ്രളയത്തിന്റെ സമയത്തില്ലേ ആ വെള്ളം? കിണറിലായാലും കുളത്തിലായാലും വീട്ടിലായാലും എല്ലാം ഇല്ല, വെള്ളം മോശമായിരിക്കും. അപ്പൊ എന്താണ്? ചുറ്റും വെള്ളാണ്, വെള്ളം വെള്ളം സർവത്ര. പക്ഷെ എന്താ? ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് അല്ലേ ആ സമയം. അതാ പറഞ്ഞത്. അപ്പോ മഴ കാരണം ദുരന്തങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയപ്പോഴാണ് മഴയോട് മനുഷ്യർ വിരോധം കാണിക്കാൻ തുടങ്ങിയത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താണ് അടുത്ത? കൃഷ്ണനും ലക്ഷ്മിക്കും തമ്മിൽ ഏത് വസ്തുവുമായിട്ടാണ് കവിതയിൽ ബന്ധം കൽപ്പിച്ചിട്ടുള്ളത്? ഏത് വസ്തുവിനോട് ആണ്? ഇനി പാരിനൊരു എന്ന് പറയാതെ പാർക്കൊരു എന്ന് പറഞ്ഞപ്പോൾ വരികൾക്കുണ്ടായ ഭംഗി എന്താണ്? രണ്ട് വരികളിലെ രണ്ടാമത്തെ അക്ഷരം, അതായത് ഒരുപോലെ വരികയും അതുകൊണ്ടാണ് വരികൾക്ക് ഭംഗിയുണ്ട് അല്ലേ? അതുകൊണ്ടാണ് പാരിനൊരു എന്ന് പറയാതെ, അതായത് ഭൂമിക്കൊരു, പാരിനൊരു എന്ന് പറയാതെ പാർക്കൊരു എന്ന് പറഞ്ഞത്. മഴക്കാലത്തോട് ഹംസങ്ങൾ പ്രതികരിക്കുന്നത് എങ്ങനെയാ? മഴ പെയ്യുമ്പോൾ ഹംസന്റെ ജീവിതം എന്ന പോലെ ഹംസങ്ങൾ മെല്ലെ മെല്ലെ പാഞ്ഞു തുടങ്ങി. ഓക്കെ, അത് തന്നെ. എല്ലാരും ഒന്ന് നോക്കിയിട്ട പുസ്തകം തുറന്നു നോക്കണത്രേ അല്ലേ? ഇനി അടുത്ത എന്താ? മഴയുടെ ശക്തി കൂടുതൽ സൂചിപ്പിക്കുന്ന വരികൾ. അതൊന്നും ഒരു ഇമ്പോർട്ടന്റ് തോന്നില്ല. വർഷകാലം വന്നപ്പോൾ അതിൽ സന്തോഷിച്ചവർ ആരെല്ലാമായിരുന്നു വർഷകാലം വന്നപ്പോൾ സന്തോഷിച്ചത്? കൃഷ്ണനും. ഓക്കെ, നെക്സ്റ്റ്, കൃഷ്ണന്റെ ശരീരത്തിനാണോ മേഘത്തിനാണോ കറുപ്പ് കൂടുതൽ? എന്തുകൊണ്ട്? കൃഷ്ണന്റെ ശരീരത്തിൽ. ഓക്കെ, കാർമേഘവർണ്ണനായതുകൊണ്ട്. ഇനി രണ്ടാമത്തെ ലെസൺ. അപ്പൊ അതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ഉള്ളത് പര്യായ പദങ്ങൾ ഉണ്ട്, വേർഡ് മീനിങ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസറിൽ എന്തായാലും ഒന്നെങ്കിലും ഉണ്ടാവും കേട്ടോ, പറഞ്ഞിട്ടില്ല വേണ്ടേ. ഇനി നെക്സ്റ്റ് അടുത്തത് സെക്കൻഡ് ലെസൺ. എന്താണ് പേര് രണ്ടാമത്തെ ലെസന്റെ? ദയ എന്ന പെൺകുട്ടി. ദയ എന്ന പെൺകുട്ടി. അതില് മീനിങ് അല്ലെ? സൗരഭ്യം, സുഗന്ധം, സുഗന്ധം അല്ലെ? സൗരഭ്യം, സുഗന്ധം, മണം. ഇനി ദീനരക്ഷകൻ, ദീനന്മാരെ രക്ഷിക്കുന്ന. കിഴവി, മൃദുലം, അയവിറക്കുക. അതില് മെയിൻ ആയിട്ട് പര്യായ പദങ്ങളുണ്ട്. പര്യായ പദങ്ങളുടെ ഒന്നിന് ഞാൻ 2 മാർക്കാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇപ്പൊ കൃത്യമായിട്ട് പഠിക്കുക, നോക്കി എഴുതാന്നൊന്നും ആരും വിചാരിച്ചല്ലേ. ഇനി പര്യായം: ആട്, അജം, മേഷം, ലംബകർണം, പശു, ഗോവ്, ധേനു, രോഹിണി. അടുത്തത് വിഗ്രഹാർത്ഥം ഉണ്ട്. വിഗ്രഹാർത്ഥം ഉണ്ടാവും, ഒറ്റപ്പദം ഉണ്ടാവും. ഓക്കെ, വിഗ്രഹാർത്ഥം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതിനെ വിഗ്രഹിക്കുന്നത് അല്ലെ? ഒറ്റപ്പദമാക്കുക എന്ന് പറഞ്ഞാലോ ഈ വിഗ്രഹിച്ച പദങ്ങളെ എന്ത് ചെയ്യണം? ഒന്നാക്കുന്നത്. അതാണ് ഒറ്റപ്പദമാക്കുക. അതിൽ ശരീര സൗന്ദര്യം, ശരീരത്തിന്റെ സൗന്ദര്യം. പൂക്കൾ. ഗ്രാമക്ഷേത്രം, ഗ്രാമത്തിലെ ക്ഷേത്രം. അരുവിക്കര, അരുവിയുടെ കര. സ്വഭാവ ഗുണം, സ്വഭാവത്തിന്റെ ഗുണം. അലൻ അത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ എഴുതണേ പറയുന്ന സമയത്ത്. നെക്സ്റ്റ് അർത്ഥം ലഭിക്കുന്നത് എങ്ങനെ? പക്ഷി, പക്ഷമുള്ളതാണ്. നെക്സ്റ്റ് ജീവി, എന്താണ് ജീവി? ജീവനുള്ളത്. നെക്സ്റ്റ് പ്രാണി, പ്രാണനുള്ളത്. നാനാർത്ഥം കണ്ടെത്താം. വനം, നാനാർത്ഥം ഉണ്ട്, നാനാർത്ഥവും വരും. കാട്, ജലം. അതായത് നാനാർത്ഥ വ്യത്യസ്ത അർത്ഥങ്ങൾ വരുന്നത്. നാനാർത്ഥവും പര്യായ പദങ്ങളും മാറിപ്പോകാൻ പാടില്ല. ഒന്നെങ്ങനെയാ? വ്യത്യസ്ത അർത്ഥങ്ങൾ വരുന്നതാണ് നാനാർത്ഥം. നെക്സ്റ്റ് ഒരേ പദങ്ങൾ, അതായത് അർത്ഥം തന്നെ വരുന്നതാണ്, അതാണ് സമാന പദങ്ങളാണ് പര്യായ പദങ്ങൾ
അല്ലേ? ഇപ്പൊ വനം, കാട്, ജലം, ക്ഷമ, സഹനശീലം, സഹനശീലം, ഭൂമി. അടുത്തത് രുചി, സ്വാദ് എന്നർത്ഥമുണ്ട്, ഭംഗിയുണ്ട്, അഭിരുചി, അല്ലേ? അഭിരുചി താല്പര്യം, ഇഷ്ടം. അപ്പൊ സന്ധി, അടുത്ത സന്ധി പച്ചപ്പുല്ല്, ദ്വിത്വസന്ധി പച്ച പ്ലസ് പുല്ല്. ഓക്കെ, അടുത്തത് ചെമ്പകപ്പൂക്കൾ, ചെമ്പക അധികം ഉടയാട, ഉട പ്ലസ് ആട്. ഇനി ശരിയായ പദം തിരഞ്ഞെടുക്കുക. ശുശ്രൂഷയല്ല, ശുശ്രൂഷയാണ്, അല്ലെ? അനാഥൻ ഏത് ഛായ? രണ്ടാമത്തെ അനാഥൻ എഴുതിയിട്ടുണ്ട്. യാചിക്കുക, യാചിക്കുക. ഓക്കെ, എതിർ ലിംഗം കണ്ടെത്താം. ബാലിക, ബാലകൻ, വൃദ്ധൻ, വൃദ്ധ, വൃദ്ധ, സുന്ദരൻ, രോഗിണി, രോഗി, രോഗിയാണ്, അല്ലെ? രോഗിയാണ് അതിൻ്റെ. കിഴവി, കിഴവൻ. ഇനി സമസ്ത പദമാക്കുക. കാട്ടു ചെമ്പകപ്പൂക്കൾ കൊണ്ടുള്ള മാലയാണ് കാട്ടു ചെമ്പകപ്പൂക്ക. പൂമ, ചെമ്പക പൂമാല. ഒറ്റപ്പദമാക്കുന്ന പോലെ തന്നെയാണ്. അരുവിയുടെ കര, അരുവിക്കര. ചൂടുള്ള വെള്ളം, ചൂടുവെള്ളം. മയിലിന്റെ പീലി, മയിൽപീലി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്ത്? എന്താണ് ആൻമരിയ? ലോകത്തിലുള്ള എല്ലാ ജീവികളോടും ദയ കാണിക്കുക. ദയ, സഹാനുഭൂതി, ക്ഷമ. എന്താണ് ശരിക്കും ആൻസർ? മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്ത്? എല്ലാ ജീവജാലങ്ങളോടുമുള്ള, നിങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല, എല്ലാ ജീവജാലങ്ങളോടുമുള്ള ദയ, സഹാനുഭൂതി, കരുണ എന്നിവയാണ് മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണങ്ങൾ, അല്ലേ? ഈശ്വരന് ഏറ്റവും 2-3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം ഇങ്ങനെ ഒറ്റയൊരു ഇതില് വൺ വേർഡ് എഴുതുന്ന പോലെ നിങ്ങൾ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ എഴുതുന്ന പോലെ എഴുതല്ലേ. നിങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ എഴുതണം. 3 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, ഈശ്വരന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി ഏത്? ദുഃഖിതരെ സമാധാനപ്പെടുത്തുക എന്നെങ്കിൽ. ദുഃഖിതരെ സമാശ്വസിപ്പിക്കുക അതാണല്ലേ ദൈവത്തിന് ഏറ്റവും. അന്യരെ സ്നേഹിക്കുകയും സേവിക്കുകയും കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പുകയും ചെയ്യുക എന്നതാണ് ഈശ്വരന് ഏറ്റവും ഇഷ്ടമായ കാര്യം. നേരത്തെ നമ്മൾ പറഞ്ഞതുണ്ട്, അല്ലേ? അപ്പൊ ഈശ്വരന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി ഏത്? ദുഃഖിതരെ സമാശ്വസിപ്പിക്കുകയും പിന്നെന്താ? അതന്നല്ലേ, അത് തന്നെ ആൻസർ ചെയ്യാൻ ഏതാണ് നിങ്ങൾക്ക് അടയാളപ്പെടുത്തുന്നേ? രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ എങ്ങനെ എഴുതിയേ? വിശപ്പ് കൊണ്ട് വലയുന്നവരെയും രോഗം കൊണ്ട് പിടയുന്നവരെയും ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കുക എന്നതാണ് ഈശ്വരന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഓക്കെ, ഈശ്വരന് ഏറ്റവും ഇഷ്ടപ്പെട്ട അന്യരെ സ്നേഹിക്കുകയും സേവിക്കുകയും കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പുകയും ചെയ്യുക എന്നതാണ് ഈശ്വരന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അതാണ് അതിന്റെ ആൻസർ കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഈ എല്ലാ ജീവജാലങ്ങളോടുമുള്ള ദയ, സഹാനുഭൂതി, കരുണ എന്നിവയാണ് മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു, അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അന്യരെ സ്നേഹിക്കുകയും സേവിക്കുകയും കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പുകയും ചെയ്യുക എന്നതാണ് ഈശ്വരന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, പ്രവൃത്തി. അതല്ലേ ഇതുണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ. ഞാൻ അതാണല്ലോ നിങ്ങൾക്ക് അടയാളപ്പെടുത്തുന്നേ. പായസം കൊണ്ട് മാത്രം ഈശ്വരനെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. ആശയം വിശദമാക്കുക. അതേതാ? ദരിദ്രജനങ്ങളുടെ വായിലൊഴിക്കുന്ന കഞ്ഞിയാണ് പായസം നിവേദിക്കുന്നതിനും എനിക്കിഷ്ടം. അവരെ ഉടുപ്പിക്കുന്നതാണ്. അപ്പൊ പായസത്തിന്റെ നമ്മ ഇതിലേ കൂടെ അല്ലേ പറഞ്ഞത്? രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ അന്യരെ സ്നേഹിക്കുകയും സേവിക്കുകയും കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പുകയും ചെയ്യുക എന്നതാണ് ഈശ്വരന് ഏറ്റവും ഇഷ്ടമായ പ്രവൃത്തി കേട്ടോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ത്? ശ്രീകൃഷ്ണനെ കുറിച്ച് ദയയുടെ അമ്മ എന്താണ് പറഞ്ഞത്?
അത് കൃഷ്ണനാണ് മകളെ. അത് അവനാണ് നമ്മുടെ അവനാണ് നമ്മുടെ ദൈവം. ദുഃഖിക്കുന്നവരെയും അവൻ നല്ല ആളുകൾക്ക് മാത്രമേ കൃഷ്ണനെ കാണാൻ. അപ്പൊ നീ നല്ലവളായിരിക്കൂ എന്നാണ് കൃഷ്ണനോട് പറ്റി കൃഷ്ണൻ ആരുടെ ദയയുടെ അമ്മ പറഞ്ഞത് അല്ലേ? അതല്ലേ അതിന്റെ ആൻസർ. അപ്പൊ അത് ഏത് പാരഗ്രാഫ് കണ്ടോ? 9ാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തത്, 9ാമത്തെ പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫാണ് അതിന്റെ ആൻസർ. കണ്ടോ? അവിടെ അമ്മ മാർക്ക് വെച്ചിട്ടുണ്ടല്ലോ. മനസ്സിലായോ? ഇതെല്ലാം ടെക്സ്റ്റ് നിന്നാണോ? നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേ എല്ലാവരും? ഒന്ന് നോട്ട് കാണിച്ചു എല്ലാവരുടെ. ഓക്കെ. ഇജാസേ, അലൻ പോയോ? ഇല്ല. അലൻ പോയോ? അലൻ പോയല്ലോ. ഏത് പേജാ കാണിച്ചേ? ശ്രേയ ഒന്നും കൂടെ കാണിച്ചേ. ശ്രേയ പെയ്ത്ത് ഒന്നുകൂടി കാണിച്ചേ. ഫ്രണ്ടിലോട്ട് മറിച്ചേ ശ്രേയ. ഫെയ്ത്ത് ഒന്ന് ഫ്രണ്ടിലോട്ട് മറിച്ചേ. ഫെയ്ത്തെ ഫസ്റ്റ് മുതലൊന്ന് കാണിച്ചേ മിസ്മേ. അലൻ നോട്ടൊന്ന് കാണിച്ചേ നോക്കട്ടെ. മിസ് എന്റെ നോട്ട്ബുക്ക് മിസ് ചെക്ക് ചെയ്തതാ. ഫസ്റ്റ് പേജ് അതെ ഒന്ന് കാണിച്ചേ മിസ്സിനെ. അതന്നെ ഞാൻ നോക്കിയത്. ചെക്ക് ചെയ്ത് കാണുന്നുണ്ടോന്ന് അറിയാം. എല്ലാവരും നിങ്ങളുടെ എല്ലാവരും ചെയ്തല്ലേ ഫസ്റ്റ് കുറച്ച് പാഠം? ഓക്കെ. റെഡിങ് ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചാ. വേറെ ഏതെങ്കിലും നോട്ടൊന്നും എടുത്ത് കാണിക്കുന്നില്ലല്ലോ. ഓക്കെ, അതാണ് രണ്ടാമത്തെ പാഠം. രണ്ടാമത്തെ പാഠത്തിന് കുറച്ചേറെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതായത് നാനാർത്ഥം, പര്യായ പദങ്ങള് നല്ല പോലെ പഠിക്കുക, ഒറ്റപ്പദമാക്കുക. എന്റെ നോട്ട് ചെക്ക് ചെയ്തില്ല. ആൻമരി വന്നില്ലായിരുന്നോ ഒന്ന്? ആൻമരിയാ, എന്തുകൊണ്ടാണ് ചെക്ക് ചെയ്യാഞ്ഞേ? മലയാളി നോട്ട്ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ? പിന്നെ എങ്ങനെ ചെക്ക് ചെയ്യാനാ? ഓക്കെ. നെക്സ്റ്റ്. അപ്പൊ അതിന്റെ ഇത് മനസ്സിലായില്ലേ എല്ലാം? ക്വസ്റ്റ്യൻ ആൻസർ. ഇനി അടുത്തത് മൂന്നാമത്തെ പാഠം. മൂന്നാമത്തത് അംബേദ്കറിന്റെ അല്ലേ? ഡോക്ടർ അംബേദ്കർ. അംബേദ്കറിന്റെ നോക്കിക്കോ, അർത്ഥം അറിയേണ്ട പദങ്ങളുണ്ട്. ഉദാരം, ദാനശീലം അല്ലെങ്കിൽ ശ്രേഷ്ഠം. നിശ്ചയദാർഢ്യം, ഉറച്ച തീരുമാനം. പ്രലോഭനം, അത്യാഗ്രഹം. വിഗ്രഹാർത്ഥം കണ്ടെത്താം. ധീരയോദ്ധാവ്, ധീരനായ യോദ്ധാവ്. ശയനമുറി, ശയനത്തിനുള്ള മുറി. മനുഷ്യ സ്വാതന്ത്ര്യം, മനുഷ്യന്റെ സ്വാതന്ത്ര്യം. ബുദ്ധസ്തോത്രം, ബുദ്ധന്റെ സ്തോത്രം. ഇനി ഏതാ വായിച്ച? ഞാൻ നോട്ട്ബുക്കിൽ അങ്ങനെ ഒരു സംഭവം കണ്ടില്ല. നോട്ട്ബുക്കിലല്ല മോനെ ഫെയ്ത്ത്, ടെക്സ്റ്റില് 40, പേജ് നമ്പർ 40. അത് കണ്ടു. പക്ഷെ അത് എവിടെയാ മിസ്സേ? അഭ്യാസ് അതിന്റെ ആക്ടിവിറ്റീസ് എടുക്ക്. ഫസ്റ്റ് 14ാമത്തെ പേജിൽ രണ്ടാമത്തെ അല്ലേ ഇപ്പൊ മിസ് വായിച്ചത്? വിഗ്രഹാർത്ഥം കണ്ടെത്താം. ഞാൻ പോയിന്റിന്റെ വർക്ക് എടുത്തത്, പേജ് കണ്ടില്ലേ? കണ്ടു. ഓക്കെ. ധീരനായ യോദ്ധാവ്. അപ്പൊ അതിന് വിഗ്രഹാർത്ഥം കണ്ടെത്താന്ന് കണ്ടോ? ധീരയോദ്ധാവ്, ധീരനായ യോദ്ധാവ് അല്ലേ? നമ്മൾ എഴുതിയിട്ടുണ്ട്. ബാക്കി കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? കംപ്ലീറ്റ് ചെയ്യാത്തവർക്ക് ഇപ്പൊ ചോദിക്കാം കേട്ടോ. മിസ് എനിക്ക് രണ്ടെണ്ണം ലാസ്റ്റത്തെ. അപ്പൊ രണ്ടെണ്ണം എഴുതിയില്ല? ഇല്ല. ഓക്കെ, ചോദിക്കണം അങ്ങനത്തെവര് അല്ലേ? അപ്പൊ ധീരയോദ്ധാവ്, ധീരനായ യോദ്ധാവ്. ശയനമുറി, ശയനത്തിനുള്ള മുറി അല്ലേ? മനുഷ്യ സ്വാതന്ത്ര്യം എന്താണ് ഷോണ എന്ന് പറഞ്ഞു കൊടുത്തേ? മനുഷ്യനുള്ള സ്വാതന്ത്ര്യം. മനുഷ്യനുള്ള സ്വാതന്ത്ര്യം എഴുതിക്കോ മോനെ. മനുഷ്യനുള്ള സ്വാതന്ത്ര്യം.
ബുദ്ധ സ്തോത്രം. അതിന്റെ താഴെയുള്ളത് ബുദ്ധ സ്തോത്രം, ബുദ്ധന്റെ സ്തോത്രം. എഴുതിയോ മോനെ ഫെയ്ത്തെ? ഓക്കെ. അടുത്ത വിശദീകരണം തേടേണ്ട പദങ്ങൾ. നിങ്ങൾ ഇത് മുഴുവനും വായിക്കണേ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഇപ്പൊ എല്ലാ ഭാഗവും വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുവേ. വിശദീകരണം തേടേണ്ട പദങ്ങൾ. മഹർ. എന്താണ് മഹർ? മഹാരാഷ്ട്രയിലെ ഒരു അധകൃത വിഭാഗം അല്ലെങ്കിൽ ഒരു ജാതി. ഇതാണ് എന്ത്? മഹർ. മഹാരാഷ്ട്രയിലെ ഒരു അധകൃത വിഭാഗം. അയിത്തം. എന്താ അയിത്തം? താഴ്ന്ന ജാതിക്കാരെ കാണുന്നതും തൊടുന്നതും അശുദ്ധമാണെന്ന് കരുതിയിരുന്ന പഴയ ഒരു അനാചാരത്തിനെയാണ് എന്ത് പറയുന്നത്? അയിത്തം എന്ന് പറയുന്നത്, അല്ലെ? അയിത്തം. അപ്പൊ താഴ്ന്ന ജാതിക്കാരെ കാണുന്നതും തൊടുന്നതും അശുദ്ധമാണെന്ന് കരുതിയിരുന്ന പഴയ ഒരു അനാചാരം. ഓക്കെ. അശുദ്ധം എന്ന വാക്കാണ് അയിത്തമായി മാറിയത്. വിപരീത പദങ്ങള് അശുദ്ധം, ശുദ്ധം, നീചം, ഉച്ചം, അസമത്വം, സമത്വം, ഉന്നതം, നദം, ലഘു, ഗുരു. ഓപ്പോസിറ്റ് വേർഡ് നന്നായി പഠിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ വരുന്നുണ്ട് നല്ല പോലെ. ഇതിൽ നല്ല ഇനി വാക്യത്ത് പ്രയോഗിക്കുന്നത് ഞാൻ ഒന്നും ഇട്ടില്ല കേട്ടോ. വാക്യത്ത് പ്രയോഗിക്കുക ഇട്ടിട്ടില്ല. പക്ഷെ പൂരിപ്പിക്കുക, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്, വിഗ്രഹാർത്ഥം ഉണ്ട്, സമാന പദങ്ങൾ ഉണ്ട്, പര്യായ പദങ്ങൾ ഉണ്ട്. ഇനി അടുത്തത് ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ അക്ഷരം ചേർത്ത് പൂരിപ്പിക്കുക. എന്താണ്? ജാഗരൂകം. മാർക്ക് ചെയ്തല്ലേ എല്ലാരും? ഫെയ്ത്ത് അത് മാർക്ക് ചെയ്തില്ലേ? ആദ്യത്തെ ജാഗരൂകം അല്ലേ? നെക്സ്റ്റ് ബിരുദം. ഏതാണ്? ഇനി പശ്ചാത്തലം. സെക്കൻഡ് ഷോണേ, രണ്ടാമത്തെയാണ് പശ്ചാത്തലം. എന്ത് തെറ്റിപ്പോയോ അത് മാർക്ക് ചെയ്തത്? ഒന്നാമത്തെ ചെയ്ത്. പ്രതിബന്ധം ഒന്നാമത്തത് അല്ലേ? പ്രതിബന്ധം ടിക്കറ്റില്ലേ? സ്വാതന്ത്ര്യം രണ്ടാമത്തെ. സെക്കൻഡ്. ഇനി നാലാമത്തെ അരിയില്ലാഞ്ഞിട്ട് അല്ലേ? ആരുടേതാണ് അരിയില്ലാഞ്ഞിട്ട് എന്ന പോയം? ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ? ഓക്കെ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻസ്. സ്വാതന്ത്ര്യം കഴിഞ്ഞാൽ എതിർലിംഗം കണ്ടെത്താമുണ്ട്. ബോധവാൻ, ബോധവതി, വിദ്വാൻ, വിദുഷി, മഹാൻ, മഹതി, രാജാവ്, രാജ്ഞി. ഇനി ഒറ്റപ്പദമാക്കുക. രാഷ്ട്രത്തിന്റെ പിതാവ്, രാഷ്ട്രപിതാവ്. ചെറിയ ഗ്രാമം, ചെറുഗ്രാമം. ലഘുവായ ഭക്ഷണം, ലഘുഭക്ഷണം. ഓക്കെ, എഴുതിയിട്ടുണ്ടല്ലോ. കംപ്ലീറ്റ് ഉണ്ടല്ലേ? ഇനി അടുത്ത ആശയം കണ്ടെത്ത അവസാനമില്ലാത്ത നിദ്രയെ പ്രവേശിച്ചു, ജീവിതം ഒരുപിടി ചാരമായി മാറി. അതൊന്നും ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അതിലൊന്നാമത്തത്, അംബേദ്കറുടെ ജനനം എപ്പോൾ എവിടെ വെച്ചായിരുന്നു? 1891 ഏപ്രിൽ മാസം 14-ാം തീയതി ബോംബെ സംസ്ഥാനത്തിൽ രത്നഗിരി ജില്ലയിൽ അമ്പവാട് എന്ന ചെറിയ ഗ്രാമത്തിലാണ് അംബേദ്കറുടെ ജീവിതം. എഴുതിയിട്ടുണ്ടല്ലോ എല്ലാവരും ആൻസർ? രത്നാഗിരി എന്ന ചെറിയൊരു ഗ്രാമമല്ലേ? ഓക്കെ, രത്നഗിരി ജില്ലയിൽ 1891 ഏപ്രിൽ മാസം 14-ാം തീയതി അല്ലേ? രത്നഗിരി ജില്ലയില് അമ്പേവാട് എന്ന ചെറിയ ഗ്രാമമാണ് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വണ്ടിക്കാരൻ കഠിനമായി അവരോട് കയർത്തു. ആരോട്, എന്തിന്? ആരോടായിരുന്നു? ഭീമനോടും തന്റെ സഹോദരനോടും. അച്ഛനെ കാണുവാൻ പോകുമായിരുന്നു. വണ്ടിക്കാരൻ ഉയർന്ന ജാതിക്കാരനായിരുന്നു. അതുകൊണ്ട് ആണ് കഠിനമായി അവരോട് കയർത്തത്. അതിനാണ് ആരോട്? ഭീമിനോടും ഭീമിന്റെ സഹോദരനോടും, അദ്ദേഹത്തിന്റെ സഹോദരനോടും അല്ലെ? ഇനി അംബേദ്കർ ആയതെങ്ങനെ? എങ്ങനെയായിരുന്നു? ഒരു അധ്യാപകന്റെ പേര് അംബേദ്കർ എന്നായിരുന്നു. തന്റെ പേര് പോലെ തന്നെ ആവണം ശിഷ്യന്റെ പേരും എന്ന് കരുതി വിശാലഹൃദയനായ ആ അധ്യാപകൻ ഭീമിനെ അംബേദ്കർ ആക്കി മാറ്റി. ആ പേരാണ് രജിസ്റ്ററിൽ പറഞ്ഞത്. ഓക്കെ. അപ്പൊ ആ അധ്യാപകനാണ് അംബേദ്കർ എന്ന പേരാക്കി മാറ്റിയത് അല്ലെ? ഇനി
അയിത്തക്കാരൻ എന്നും അയിത്തക്കാരൻ തന്നെയായിരുന്നു. ഈ പ്രസ്താവന തെളിയിക്കാൻ ഒരു സംഭവം പറയുക. ഉപരിവിദ്യാഭ്യാസം പൂർത്തിയാക്കി മടങ്ങിയ ശേഷം അംബേദ്കർ ബറോഡ മഹാരാജാവിന്റെ മിലിറ്ററി സെക്രട്ടറിയായി നിയമിതനായി. പക്ഷെ എന്തിനു വിശേഷം മഹാർ ജാതിക്കാരനല്ലേ? എത്ര കറുത്ത ബിരുദങ്ങൾ വാങ്ങിയാലും എത്ര വിദ്യാഭ്യാസിയായാലും അന്നത്തെ ചുറ്റുപാടിൽ ഇന്ത്യയിൽ അയിത്തക്കാരൻ തന്നെയായിരുന്നു. ശപായിമാർ അദ്ദേഹത്തിന്റെ മേശ തൊടുവാൻ മടിച്ച് ഫയലുകൾ മേശപ്പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. ശിപായിമാര് അദ്ദേഹത്തിന്റെ മേശ തൊടാൻ മടിച്ച് ഫയലുകളൊക്കെ എങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അയിത്തക്കാരനെന്നും അയിത്തക്കാരൻ തന്നെയായിരുന്നു. ഇനി അംബേദ്കർ ഡോക്ടർ ബിരുദം നൽകിക്കൊണ്ട് കൊളംബിയ സർവകലാശാല അദ്ദേഹത്തെ പ്രശംസിച്ചത് എങ്ങനെ? ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന ശില്പിയും ഇന്ത്യ ഗവൺമെന്റിലെ ഒരു അംഗവും ഇന്ത്യയിലെ ഒരു പ്രധാന പൗരനും ഉന്നതനായ സമുദായ പരിഷ്കർത്താവും മനുഷ്യ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതിയ ഒരു ധീരയോദ്ധാവും എന്നാണ് അംബേദ്കറെ വിശേഷിപ്പിച്ചത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എല്ലാവരും എഴുതിയിട്ടില്ലേ? നെക്സ്റ്റ്, ഡോക്ടർ അംബേദ്കറുടെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠമെന്ത്? ഇമ്പോർട്ടന്റ് ആണ്. ഡോക്ടർ അംബേദ്കറുടെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠമെന്ത്? കഴിവുള്ളവർ ഏത് പരിസ്ഥിതിയിൽ കഴിവുള്ളവർ ഏതു പരിസ്ഥിതി പിറന്നാലും ഔന്നത്യത്തിന്റെ സോപാനത്തിലേക്ക് കയറിപ്പോകും. കഴിവുള്ളവനെ ആർക്കും അവഗണിക്കുവാൻ സാധ്യമല്ല. ആത്മവിശ്വാസത്തോടുകൂടി അയാൾ അധ്വാനിക്കുകയും പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ മുന്നേറുകയും ചെയ്യുന്നവരില്ല. അല്ലെ? ഇതല്ലേ പഠിച്ചത് നമ്മൾ ആ പാഠത്തിന്. ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, ഫോർത്ത് പാഠം എന്താ? ഫോർത്ത് ലെസൺ ആരുടെയാണ് അരിയില്ലാഞ്ഞിട്ട് എന്നത്? വൈലോപ്പിള്ളി. മക്കളെ, അരിയില്ലാഞ്ഞിട്ട് നമ്മ എത്ര ദിവസം എടുത്ത പാടാണ്. വൈലോപ്പിള്ളിയുടെ അരിയില്ലാഞ്ഞിട്ട്. അതില് ഫസ്റ്റ് വൺ എന്താണ്? അപ്പാവം, അമ്മട്ട്. ഓക്കെ, അതെല്ലാം ക്ലിയർ അല്ലേ നിങ്ങക്ക്? മാലോകർ, മാമല, മാമുനി, മാമരം. നീങ്ങി, നീക്കി, മുങ്ങി, മുക്കി, മടങ്ങി, മടക്കി, കറങ്ങി, കറക്കി. അല്ലേ? ഓക്കെ, പിന്നെന്താ? അതിനൊന്നും വലിയ കാര്യമില്ല അല്ലെ? തുണയ്ക്കുന്നോർ, തുണയ്ക്കാത്തോർ, കളിക്കുന്നോർ, കളിക്കാത്തോർ, പഠിക്കുന്നോർ, പഠിക്കാത്തോർ, അടുക്കുന്നോർ, അടുക്കാത്തോർ. പെരിയ അധികം അവർ, പെരിയവർ, പെരിയോർ. ചെറിയ അധികം അവർ, ചെറിയവർ, ചെറിയോർ. നെക്സ്റ്റ്, പുതിയ അധികം അവർ, പുതിയവർ, പുതിയോർ. അല്ലെ? അതേപോലെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ചോർക്കുന്നു, ചേർക്കുന്നു, ചേർപ്പു. പാർക്കുന്നു, പാർപ്പു. ഓർക്കുന്നു, ഓർപ്പു. ഓർക്കുന്നു, കോർപ്പു. ചൊന്നു, ചൊന്നാൻ. വന്നു, വന്നാൻ. നിന്നു, നിന്നാൻ. ചെന്നു, ചെന്നാൻ. ഓക്കെ, കംപ്ലീറ്റ് ആണല്ലോ. നെക്സ്റ്റ്, കര, കരക്കാരൻ. കട, കടക്കാരൻ. തുണ, തുണക്കാരൻ. പൂ, പൂക്കാരൻ. ഓക്കെ അല്ലേ? ടെക്സ്റ്റ് കംപ്ലീറ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോ അടുത്ത വ്യത്യാസമുള്ളവ നിങ്ങൾക്ക് അറിയാം. അതൊന്നും വലിയ കാര്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതിൽ പിന്നെ ഒന്നുമില്ല കാര്യമായിട്ട്. നെക്സ്റ്റ്, കമ്പ്യൂട്ടർ പ്രപഞ്ചം. കുറച്ചധികം ക്വസ്റ്റ്യനുണ്ട്. കമ്പ്യൂട്ടർ പ്രപഞ്ചം എടുത്തോ. കമ്പ്യൂട്ടർ പ്രപഞ്ചം 21 പേജ് നമ്പർ. അതിൽ ഫസ്റ്റ് വൺ മീനിങ് സങ്കീർണം, കൂടിക്കലർന്നത്. വിശകലനം, വേർതിരിക്കൽ. പരിണാമം, മാറ്റം. നവോത്ഥാനം, പുതിയ ഉണർവ്. പ്രാഥമികം, ഒന്നാമത്തെ. ശക്തിയായ മഴ. അരങ്ങ്, വേദി. ശ്രദ്ധേയം, ശ്രദ്ധിക്കത്തക്കത്. പൂരകം, പൂരിപ്പിക്കുന്നത്. ഓപ്പോസിറ്റ് വേർഡ് ഉണ്ട് അതിലെ. എന്താണ്? കൃത്രിമം, സ്വാഭാവികം. ഇപ്പൊ വായിക്കുമെങ്കിലും ഓരോ തവണ വായിക്കും മക്കളെ, എന്നാ ഓർമ്മയിൽ ഉണ്ടാവും. സ്വസ്ഥം, അസ്വസ്ഥം. പാശ്ചാത്യം, കിഴക്ക് പടിഞ്ഞാറ്. പാശ്ചാത്യം, പൗരസ്ത്യം. ഓക്കെ. ആധുനികം, പുതിയത്. പ്രാചീനം. പര്യായം മനസ്സിലാക്കാം. മാനം, ആകാശം. വാനം, ആകാശം. അരങ്ങ്, കരങ്ങ്. വേദി, രംഗം, വേദിക. അർത്ഥവ്യത്യാസം. പരിണാമം, പരിമാറ്റം, അളവ്. അല്ലെ? ബാക്കിത്തെ പ്രയോഗിക്കാൻ ഇട്ടിട്ടില്ല പറഞ്ഞു. നെക്സ്റ്റ്, മാതൃക നോക്കി പൂരിപ്പിക്കുക. മന്ത്ര അധികം കുടുക്ക, മന്ത്ര കുടുക്ക. തല അധികം ചോറ്, തലച്ചോറ്. യന്ത്ര അധികം തറി, യന്ത്രത്തറി.
നവ പ്ലസ് ഉദ്ധാനം. നവോത്ഥാനം. നവോത്ഥാനം എഴുതാൻ കൃത്യമായി പഠിക്കണേ. മഹാ പ്ലസ് ഉത്സവം മഹോത്സവം. മഹോത്സവം. ശാസ്ത്രത്തിന്റെ ഭാഷ. ശാസ്ത്രഭാഷ. ചിന്തയുടെ ശക്തി. ചിന്താശക്തി. പൂർണ്ണമായ വിവരം. പൂർണ്ണവിവരം. ആധുനികമായ രീതി. ആധുനിക രീതി. ശാസ്ത്രഭാഷയിൽ സിസ്റ്റം എന്നാൽ എന്താണ് സിസ്റ്റം? പദാർത്ഥങ്ങളെ അകത്തേക്ക് സ്വീകരിച്ച മറ്റേതെങ്കിലും രൂപത്തിൽ പുറത്തേക്ക് വിടുന്ന എന്തിനേയും ശാസ്ത്രഭാഷയിൽ സിസ്റ്റം എന്ന് വിളിക്കുന്നു. പദാർത്ഥങ്ങളെ അകത്തേക്ക് സ്വീകരിച്ച് മറ്റേതെങ്കിലും രൂപത്തിൽ പുറത്തേക്ക് വിടുന്ന എന്തിനേയും ശാസ്ത്രഭാഷയിൽ എന്ത് പറയും? സിസ്റ്റം എന്ന് പറയുന്നു അല്ലെ. നെക്സ്റ്റ്, നമ്മുടെ ശരീരം മഹത്തായ ഒരു സിസ്റ്റം ആണെന്ന് പറയാൻ കാരണം എന്ത്? നിരവധി ആഹാര പദങ്ങളെയും ഓക്സിജനെയും മറ്റും സ്വീകരിച്ച ശരീരത്തിന് ആവശ്യമായ രക്തവും മറ്റ് ധാതുക്കളും ഉൽപ്പാദിപ്പിക്കുന്ന സങ്കീർണമായ ഒരു സിസ്റ്റം. നിരവധി ആഹാര പദാർത്ഥങ്ങളെയും ഓക്സിജനെയും മറ്റും സ്വീകരിച്ച് ശരീരത്തിന് ആവശ്യമായ രക്തവും മറ്റ് ധാതുക്കളും ഉൽപ്പാദിപ്പിക്കുന്ന സങ്കീർണമായ ഒരു സിസ്റ്റമാണ് നമ്മുടെ ശരീരം. അതുകൊണ്ടാണ് നമ്മുടെ ശരീര സിസ്റ്റം ആണെന്ന് പറഞ്ഞത് അല്ലെ. ഇനി ഡാറ്റ പ്രോസസിംഗ് സിസ്റ്റം എന്തെന്ന് വ്യക്തമാക്കുക. സംഖ്യകൾ, വാക്കുകൾ, ആശയങ്ങൾ തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളെ വിശകലനം ചെയ്ത് പൂർണ്ണ വിവരങ്ങൾ നൽകുന്ന സിസ്റ്റങ്ങൾക്ക് ഒരു പേരുണ്ട്. ആരെങ്കിലും മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മാർക്ക് ചെയ്യണേ. വെയിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യണേ. ഇപ്പൊ എന്താണ്? സംഖ്യകൾ, വാക്കുകൾ, ആശയങ്ങൾ തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളെ വിശകലനം ചെയ്ത് പൂർണ്ണ വിവരങ്ങൾ നൽകുന്ന സിസ്റ്റങ്ങൾക്ക് പൊതുവായി പറയുന്ന പേരാണ് എന്ത്? ഡാറ്റ പ്രോസസിംഗ് സിസ്റ്റം അല്ലേ. നെക്സ്റ്റ്, കമ്പ്യൂട്ടർ എന്നാൽ എന്താണ് കമ്പ്യൂട്ടർ? കണക്ക് കൂട്ടുകയും വളരെ വേഗതയിലും